ഹലോ എവ്രിവൺ, എല്ലാവർക്കും ക്രിസ്റ്റൽ എഡ്യൂഹബിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് UGC നെറ്റ് പേപ്പർ 1 മാത്സ് സീരീസ് ആണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. ഇതില് ടോപ്പിക് വരുന്നത് ആവറേജിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാല് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റെപ്സ് കുറക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് മാക്സിമം അതിലോട്ടുള്ള സ്റ്റെപ്സ് കുറച്ചിട്ട് പെട്ടെന്ന് ആൻസർ കിട്ടുക എന്നുള്ളതാണ്. ചില സമയത്ത് നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ കാൽക്കുലേഷൻ ഫാസ്റ്റ് ആക്കാം. അപ്പോൾ കാൽക്കുലേഷൻ ഫാസ്റ്റ് ആക്കേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഈവൻ ട്രിപ്ലറ്റ് പഠിക്കുക, മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുക, ക്യൂബ് പഠിക്കുക, സ്ക്വയർ പഠിക്കുക. അതൊക്കെ നിങ്ങളുടെ ഈ കാൽക്കുലേഷൻ ഈസി ആക്കും. ഈവൻ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങൾ ഈ മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് കുറെ ഷോർട്ട് ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതിൽ പ്രാക്ടീസ് ചെയ്യാൻ കൂടി ശ്രമിച്ചാൽ നമ്മൾ ഈ ഡയറക്റ്റ് മെത്തേഡ് ഉള്ളിടത്ത് കുറച്ചുകൂടി സ്പീഡപ്പ് ആവും. നമുക്ക് ടൈം കൺസ്യൂമിംഗ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഇത് ടോപ്പിക് വരുന്നത് ആവറേജ് ആണ്. ആവറേജിലെ ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ദ ആവറേജ് മാർക്ക് ഓഫ് 30 പേപ്പർ ഈസ് 40. 13 പേപ്പറിന്റെ ആവറേജ് എന്ന് പറയുന്നത് 40 ആണ്, 40 ആണ്. ദ ആവറേജ് മാർക്ക് ഓഫ് ദ ഫസ്റ്റ് 7 പേപ്പർ ഈസ് 42. ആദ്യത്തെ ഏത് പേപ്പറിന്റെ മാർക്ക് എന്ന് പറയുന്നത്, ആവറേജ് മാർക്ക് പറയുന്നത് 42 ആണ്. ദാറ്റ് ഓഫ് ദ ലാസ്റ്റ് 7 പേപ്പർ ഈസ് 35. ലാസ്റ്റ് 7 പേപ്പറിന്റെ 35 എന്നും പറയുന്നുണ്ട്. ഫൈൻഡ് ദ മാർക്ക് ഒബ്റ്റൈൻഡ് 7th പേപ്പർ. നമ്മൾ ചോദിച്ചിട്ടുള്ളത് 7th പേപ്പറിന്റെ മാർക്ക് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഞാനൊരു സ്കെയിൽ ഇവിടെ വരക്കാം. ഈ സ്കെയിൽ നിങ്ങൾ ഒരിക്കലും എക്സാമിന് അപ്ലൈ ചെയ്യും. അതായത് എക്സാമിന് നിങ്ങൾ സ്കെയിൽ വരക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സ്കെയിൽ ഒരുക്കുന്നത്. സോ ഞാൻ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് പറഞ്ഞുതരാം. ഇതിൽ നമ്മോട് ചോദിച്ചിട്ടുള്ളത് ഈ സെവൻത്ത് പേപ്പറിന്റെ മാർക്കാണ്. ഒബ്വിയസ്ലി ടോട്ടൽ വരുന്നത് 13 ആണ്. അപ്പോ ഇങ്ങോട്ടൊരു 6 ഉണ്ടാവും, ഇങ്ങോട്ടും ഒരു 6 ഉണ്ടാവും. 1 2 3 4 5 and 6. അതുപോലെ ഇങ്ങോട്ടും ഉണ്ടാവും 8 9 10 11 and 12 13. അപ്പൊ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഫസ്റ്റ് ഈ 1 to 7 നമുക്ക് എന്താ തന്നിട്ടുള്ളത്? 42 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ 7 to 30 എന്നുള്ളത് 35 എന്നും തന്നിട്ടുണ്ട്. ലാസ്റ്റ് 7ത് നമുക്ക് 32 തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് തരുന്ന സമയത്ത് നമ്മൾ അതൊന്നും ചെയ്തു നോക്കാം. ഈ ടൈം ലൈൻ നിങ്ങൾ എടുക്കണില്ല. അതായത് 7 into 42 പ്ലസ് 7 into 35. ഇത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 7 into 32 അതുപോലെ 42 7 into 35. അപ്പൊ ഇതിൽ കോമൺ ആയിട്ടുള്ള നമ്പറിന് നമ്മൾ ഇങ്ങ് പുറത്തെടുക്കുന്നു. അപ്പൊ 7 ആണ് ഇത് കോമൺ ആയിട്ടുള്ള നമ്പർ. അപ്പൊ 7 പുറത്തെടുക്കുമ്പോൾ നമുക്ക് 42 പ്ലസ് 35 എന്ന് കാണിക്കും. എന്നിട്ട് ഇത് ആഡ് ചെയ്യാം. അപ്പോൾ 7 into എത്ര ആയിരിക്കും? 77 എന്ന് കിട്ടും. ഈ 7 into 7 ഈ ഒറ്റ നമ്പേഴ്സിനെ കൊണ്ട് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി കാൽക്കുലേഷൻ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പൊ 7 into 77 എന്ന് പറഞ്ഞാൽ എത്ര? 539 എന്നാണ്. 539 ഇത്രയും നമുക്ക് കിട്ടി. രണ്ട് ഗ്രൂപ്പിന്റെ ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 539 എന്ന് കിട്ടി. നമുക്ക് ഓൾറെഡി ടോട്ടൽ 13ന്റെ ആവറേജ് തന്നിട്ടുണ്ടല്ലോ, 13 into 40 എന്നുള്ളത്. അത് 520 എന്നാണ് വരുന്നത്. ഇത് 0 നമുക്ക് മാറ്റിയിട്ട് ഈ ഒറ്റ സംഖ്യനെ കൊണ്ട് ഇൻറ്റു ചെയ്ത് 0 ആഡ് ചെയ്താൽ മതി. സോ 520 എന്ന് കിട്ടി. ഇനി നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഈ 7ന്റെ എന്താണ്? 7ന്റെ മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്, നോട്ട് ആവറേജ്. 7ന്റെ മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ മാർക്ക് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നിന്നും അതായത് രണ്ട് ഗ്രൂപ്പിന്റെ ആവറേജ് ആഡ് ചെയ്തതിൽ നിന്നും ടോട്ടലാണ് മൈനസ് ചെയ്യുക. അപ്പൊ എത്ര ആയിരിക്കും? 19 എന്ന് കിട്ടും. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 19 ആണ്. നമ്മൾ ഈ ഒരു സ്റ്റെപ്സിൽ നമ്മൾ രണ്ട് സ്റ്റെപ്സ് കട്ട് ചെയ്തിട്ടാണ് ചെയ്തത്. നമ്മൾ ഈ ഒരു കോമൺ ആയിട്ടുള്ള നമ്പർ ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ആവറേജ് ശ്രദ്ധിക്കുക. നമുക്ക് ചില സമയത്ത് നമുക്ക് ഷോർട്ട് ട്രിക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാം. സോ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു.
ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഹാപ്പി ന്യൂസ് ഞാൻ പറയുന്നു. നമ്മൾ UGC നെറ്റ് പേപ്പർ 1 ഫ്രീ ആയിട്ട് നമ്മൾ ഗൈഡൻസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ത്രൂ ടെലിഗ്രാമിലൂടെയാണ് കൊടുക്കുന്നത്. ഈവൻ ഓരോ നിങ്ങൾക്ക് അതിൽ വരുന്ന 10 സബ്ജക്റ്റിന്റെയും ഗൈഡൻസ്, അതിൽ വരുന്ന ക്വിസസ്, ഓരോന്നിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എല്ലാം PDF ആയിട്ട് എല്ലാം നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിന്റെ ടെലിഗ്രാമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനെ കൂടെ തന്നെ കുറച്ചുകൂടി ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ പറയുന്നത്, നമ്മൾ ക്രിസ്ത്യൽ പേപ്പർ 1 നല്ലൊരു ഓഫർ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈവൻ നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല ഇത്രയും റേറ്റ് കുറഞ്ഞ് നല്ല ക്വാളിറ്റിയിൽ ക്ലാസ്സസ് കിട്ടുന്നത് നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല. ഇതിൽ വരുന്നത് നമുക്ക് ലൈവ് പ്ലസ് റെക്കോർഡർ ക്ലാസ്സസ് നിങ്ങൾക്ക് വരും. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ടെസ്റ്റ് സീരീസും ഇൻക്ലൂഡഡ് ആണ്. ഒരു 2000+ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആണ്. ഈവൻ ഇതിൽ ടെസ്റ്റും ഇൻക്ലൂഡഡ് ഉണ്ട്. ഇത് വെറും 1299 രൂപയ്ക്കാണ്. എക്സാം വരെ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ ക്ലാസ്സും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആയിരിക്കും. ഇത് ഒരു കുറച്ച് ദിവസത്തെ ഓഫറാണ്. അതായത് മാർച്ച് 10th 7 മണിയാകുമ്പോഴത്തേന് ഈ ഓഫർ തീരും. റിട്ടേൺ ആയിട്ട് 2000 റുപ്പീസിലോട്ട് ഈ ഒരു ഫീ മാറും. സോ നിങ്ങൾ ഇത് ഒരിക്കലും മിസ് ചെയ്യരുത്. അതിന്റെ ഗൂഗിൾ ഫോമിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാതെ തന്നെ ഇതിന്റെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് ഒന്ന് കോൾ ചെയ്താൽ മതി. അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് നിങ്ങൾ UGCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നെവർ മിസ്. കാരണം നമുക്ക് ഒരു പേപ്പർ 1 80+ ഒക്കെ നേടിയാൽ മാത്രമാണ് നമുക്ക് ഒരു നെറ്റോ JRF ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് ഇത്രയും അഫോർഡബിൾ ആയിട്ട്, അഫോർഡബിൾ എന്ന് പറയില്ല, അതിലും താഴെ എന്ന് പറയാം, അത്രയും ഫീ കുറച്ചിട്ടാണ്. അപ്പോ അത്രയും നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എവിടെയും കിട്ടില്ല. അത് ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ് ഉണ്ട്, ടെസ്റ്റ് സീരീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ടെസ്റ്റ് സീരീസ് 1 ഇയർ വാലിഡിറ്റി ഒക്കെ ഉണ്ട്. സോ ഇപ്പം തന്നെ നിങ്ങൾ കോഴ്സ് എടുത്ത് ജോയിൻ ചെയ്യാം കേട്ടോ. താങ്ക് യു.